പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സെഷൻ ഫെയ്ത്തിനെ കുറിച്ചാണ്. ഫെയ്ത്തിന്റെ 5ാം സെഷൻ. അതില് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ആ ഫെയ്ത്തിന്റെ 5ാമത്തെ സെഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈസ് ദി ലോർഡ്, ഗ്രോയിങ് ഫെയ്ത്ത്. സിസ്റ്റർ they can translate. आज हम विश्वास के 5वें स्तर के बारे में बात करने जा रहे हैं। हमारा 5वां सत्र है। हम विश्वास के अलग अलग स्तरों के बारे में सीख रहे थे। आज 5वें स्तर के बारे में हम सीखेंगे। കഴിഞ്ഞ 4 സെഷനിൽ നമ്മൾ ഓരോരോ സെഷൻ ഇടാം. ജസ്റ്റ് ഒന്ന് ഓരോ മിനിറ്റ് ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാവശ്യം ടച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഓരോ അല്പസമയം എടുക്കും. പിന്നെ അല്പസമയം സംസാരിക്കാൻ കിട്ടത്തില്ല. എങ്കിൽ തന്നെയും അതൊന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസിലോ 4 സെഷൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 4 സെഷൻ എടുത്തിരുന്നു ഫെയ്ത്തിനെ കുറിച്ച്. അതിൽ മെഷർ ഓഫ് ഫെയ്ത്ത്, ഡെഡ് ഫെയ്ത്ത്, ലിറ്റിൽ ഫെയ്ത്ത് ആൻഡ് ജെന്യുइन ഫെയ്ത്ത്. हमने पिछले बार 4 सत्र लिया था। 4 सत्र में हमने अलग अलग विश्वास के स्तरों के बारे में सीखा था। विश्वास के माप के बारे में, मृत विश्वास के बारे में, सच्चे विश्वास के बारे में और अल्प विश्वास के बारे में हमने सीखा था। അതില് ഇത് 5ാമത്തെ സെഷൻ നമ്മൾ എടുക്കുന്നത് ജെന്യുइन ഫെയ്ത്ത് എന്ന് ഗ്രോയിങ് ഫെയ്ത്ത് എടുക്കുന്നത്. ഗ്രോയിങ് ഫെയ്ത്ത്. और आज हम जो 5वां सत्र ले रहे हैं वो है बढ़ता हुआ विश्वास. അതാണ് നമുക്കറിയാം. ഫസ്റ്റ് സെഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഡെഡ് ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതെടുത്തായിരുന്നു. ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന്റെ കോട്ടിങ് ബൈബിൾ വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് റോമൻ ചാപ്റ്റർ 12 വേർഡ്സ് 3. അതിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധഭാവണ്ണം ഭാവിക്കണമെന്ന് പൗലോസ് പറയാണ്. ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഫെയ്ത്ത് കർത്താവ് തന്നിട്ടുണ്ട്. और जब हमने विश्वास के माप के बारे में देखा, हमने रोमियो के पत्र उसके 12वें अध्याय के 3 आयत से पढ़ा था, क्योंकि मैं उस अनुग्रह के कारण जो मुझको मिला है तुम में से हर एक से कहता हूँ कि जैसा समझना चाहिए उससे बढ़कर कोई भी अपने आप को ना समझे, पर जैसा परमेश्वर ने हर एक को विश्वास परिमाण के अनुसार बांट दिया है वैसे ही सुबुद्धि के साथ अपने को समझो। तो सबको परमेश्वर ने अलग अलग प्रकार से विश्वास को मापा है, बांटा है. രണ്ടാമത്തെ ഫെയ്ത്തിനെ നമ്മൾ സംസാരിച്ചെന്ന് വെച്ചാല് രണ്ടാമത്തെ ഡെഡ് ഫെയ്ത്ത്. ഡെഡ് ഫെയ്ത്ത് നമ്മളെ എക്സാമ്പിൾ എടുത്തെന്ന് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 17. അതിൽ യാക്കോബിന്റെ ലേഖനം 2ാം അധ്യായം ഇതിലെ 17ാം വാക്യം നമ്മൾ വായിച്ചിരുന്നു. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതെ ആയാൽ സ്വതവേ നിർജീവമാകുന്നു. और दूसरा स्तर हमने क्या सीखा था? मरे हुए विश्वास के बारे में था। वो हमने याकूब का पत्र उसका 2 के 17 में पढ़ा था। वैसे ही विश्वास भी यदि कर्म सहित ना हो तो अपने स्वभाव में मरा हुआ है. തുടർമാനോട്ട് നമ്മൾ കണ്ടു യാക്കോബിൻ ലേഖനം 2ാം അധ്യായം 18ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 18. അതിൽ പറഞ്ഞ എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസം ഉണ്ട് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികൾ കാണിച്ചു തരാം. ഇത് പറയുകയാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്തിൽ അവൻ രക്ഷ പ്രാപിക്കും. അപ്പൊ നമുക്ക് പ്രവൃത്തി കൂടിയുള്ള വിശ്വാസത്തെ കുറിച്ച് കഴിഞ്ഞ 2ാമത്തെ സെഷൻ നമ്മൾ സംസാരിച്ചിരുന്നു. और आगे हमने क्या देखा था? याकूब उसके 2 के 18 में लिखा है, वरन कोई कह सकता है तुझे विश्वास है और मैं कर्म करता हूँ, तू अपना विश्वास मुझे कर्म बिना तो दिखा और मैं अपना विश्वास अपने कर्मों के द्वारा तुझे दिखाऊंगा. इसका मतलब यह है कि हमारा विश्वास वो कर्म सहित होना चाहिए, तभी वो एक सच्चा विश्वास कहलाता है. മൂന്നാമത്തെ കാര്യം അതിന്റെ തുടർന്നായിട്ട് നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പം രക്തസ്രാവമുള്ള സ്ത്രീയെ കുറിച്ച് നമ്മൾ അതിന്റെ ജസ്റ്റ് അങ്ങനെ കോട്ടിൽ റെഫറൻസ് വേണ്ടി നമ്മൾ എടുത്തിരുന്നു. പ്രൈസ് ലോർഡ്. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ, പ്രൈസ് ലോർഡ്, ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രൈസ് ലോർഡ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ രക്തസ്രാവമുള്ള സ്ത്രീയുടെ രക്തസ്രാവം വിട്ടുമാറുകയുണ്ടായി. പ്രൈസ് ലോർഡ്. तो हमने कैसे सीखा था? हमने कैसे सीखा था कि जो लहू बहाने वाली स्त्री थी, जो रोग था उसको 12 साल से वो लहू बहाती थी, उसने अब जब अपने विश्वास किया कि मैं यीशु के वस्त्र के छोर को छू लूंगी तो चंगी हो जाऊंगी, उसने उसको कर्म किया. उससे कर्म सहित अपने विश्वास को करने की वजह से वहां पर वो चंगाई को प्राप्त कर पाए. മൂന്നാമത് നമ്മൾ സംസാരിച്ചത് ലിറ്റിൽ ഫെയ്ത്തിനെ കുറിച്ച് സംസാരിച്ചത്. और तीसरा हमने क्या बात किया था? अल्प विश्वास के बारे में बात किया था. അത് റെഫറൻസ് നമ്മൾ എടുത്ത ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 26. ഇതിൽ പറയുന്നത് അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ വീരക്കളാകുവാൻ എന്ന് പറഞ്ഞ ശേഷം യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. വലിയ കൊടുങ്കാറ്റിനെ കർത്താവ് ശാസിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുവാണ്,
അല്പവിശ്വാസികളെ, ചെറിയൊരു വിശ്വാസത്തിന് വേണ്ടി കർത്താവിനോട് പറയുക. और मत्ती 8 के 26 में हम अल्पविश्वासियों के बारे में पढ़ सकते हैं। उसने उनसे कहा, हे अल्पविश्वासियों, क्यों डरते हो? तब उसने उठकर आंधी और पानी को डांटा और सब शांत हो गया। वहां पे आंधी और पानी के डांटने के बाद यीशु ने उनको देखकर क्या बोला? तुम्हारे अंदर क्या अल्पविश्वास है? Praise the Lord. Hallelujah. അപ്പൊ നമ്മള് हालेलुया। നാലാമത് നമ്മൾ സംസാരിച്ചത് ജെനുവിൻ ഫെയ്ത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാലാമത് ജെനുവിൻ ഫെയ്ത്ത്. और चौथा क्या हमने बात किया था? सच्चे विश्वास के बारे में हमने बात किया था। ജെനുവിൻ ഫെയ്ത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിർവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. What is genuine faith? Genuine faith is a sincere and real. It is solid and reaching and changing and remains for a lifetime. It is not fake, nor is it ടെമ്പററി. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് യഥാർത്ഥ വിശ്വാസം? ഇതിൽ പറയുന്നത് യഥാർത്ഥ വിശ്വാസം ആത്മാർത്ഥവും യഥാർത്ഥവുമാണ്. അത് ഉറച്ചതും മാറ്റമില്ലാത്തതും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതുമാണ്. ഇത് വ്യാജമല്ല, താൽക്കാലികവുമല്ല. Praise the Lord. सच्चे विश्वास के बारे में हमने क्या सीखा था? सच्चा विश्वास वो होता है जो निष्कपट विश्वास होता है, जिसमें कोई नकली बात नहीं होता है, वो असली होता है और सत्य होता है। उसमें कपट या झूठ नहीं होता है, वो थोड़े समय के लिए दिखावे के लिए नहीं होता है, बल्कि वो विश्वास एकदम सच्चा और खरा निकलने वाला विश्वास है। അത് നമ്മള് സെക്കൻഡ് തിമോത്തിയോസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു. അപ്പൊ നമ്മളിപ്പം ലിറ്റിൽ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 5 and 6 നമ്മൾ വായിക്കുകയുണ്ടായി. ഇതിൽ പറയുന്നത്, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചെറിയ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിലൂടെ ചെയ്യുമ്പോൾ, ആ കൈവെപ്പിലൂടെ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പല രീതിയിൽ ജ്വലിപ്പിക്കുന്ന വെച്ചാൽ യേശു ക്രിസ്തുവിനുള്ള കൂട്ടായ്മ വഴിയായിട്ട് നമ്മളത് യേശു ക്രിസ്തുവിൽ ഇൻക്രീസ് ചെയ്യണമെന്ന് അത് നമുക്ക് പൗലോസ് തിമോത്തി ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. और दूसरे तीमुथियुस 1 के 5 में क्या लिखा है? मुझे तेरे उस निष्कपट विश्वास की सुधि आती है। वहां पे क्या लिखा है? निष्कपट विश्वास के बारे में। निष्कपट विश्वास क्या है? जिसमें कोई खोट नहीं है, वो असली विश्वास है, सच्चा विश्वास है। हम इसको पढ़ सकते हैं दूसरे तीमुथियुस 1 के 5वें अध्याय में। അത് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 7 ഇതിൽ പറഞ്ഞു വെച്ചാല്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇതിൽ പറഞ്ഞു വെച്ചാല്, for God gave us not the spirit of fearfulness, praise the Lord, but of power and love and discipline. Another New King James Version, praise the Lord, for God has not given the spirit of fear, praise the Lord, but of power and of love and of sound mind. और हम पढ़ सकते हैं दूसरा तीमुथियुस 1 के 7वें आयत में क्या लिखा है? क्योंकि परमेश्वर ने हमें भय की नहीं, पर सामर्थ्य और प्रेम और संयम की आत्मा दी है। Praise the Lord. Hallelujah. हालेलुया। തുടർമാനായിട്ട് പൗലോസിനെ കുറിച്ച് പൗലോസ് കർത്താവിന് വേണ്ടി പ്രസംഗിച്ച കാര്യങ്ങൾ മൊത്തം നമ്മൾ പീഡ സഹിച്ചതും, അതേപോലെ എത്രമാത്രം പൗലോസിന് വടികൊണ്ട് എത്രമാത്രം പൗലോസിനെ മറ്റുള്ളവർ യഹൂദന്മാർ പൗലോസിനെ ആക്രമിച്ചു. അതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 verses 26, 27, 28 എല്ലാം പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളുടെ ആപത്ത്, കള്ളന്മാരാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളുടെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്. Praise the Lord. The lots of people he was suffering, facing lots of sufferings. Praise the Lord. Not only in the church, but in outside church too. Praise the Lord. In all the places wherever Apostle Paul he was walking. Praise the Lord. There was a persecution from the Jewish people, from the Pharisees, from the Gentiles. Praise the Lord. And also in the church, the people those who are born again. These kind of people also, they were persecuting the Apostle Paul. In between he was preaching the gospel. അതിന്റെ ഇടയിലും കർത്താവിനെ പ്രസംഗിച്ചു. ആ ചെറിയ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവിനെ പ്രസംഗിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. और उसके आगे हमने क्या सीखा था? पौलुस के विश्वास के बारे में हमने सीखा था कि कैसे सताव आने के बावजूद भी उसने सताव पर खरा निकलकर विश्वास में दृढ़ खड़ा रहा। वो हम पढ़ सकते हैं दूसरा कुरिन्थियों 11 का 26 में लिखा है, 3 बार मैंने बेटें खाई, 1 बार मुझ पर पथराव किया गया, 3 बार जहाज जिन पर मैं चढ़ा था टूट गया। लिखा है, मैं बार बार यात्राओं में, नदियों के जोखिमों में, डाकुओं के जोखिम, ऐसे अलग अलग प्रकार के सताव को यहूदियों के द्वारा, फरीसियों के द्वारा और जितने धर्मशास्त्री लोग थे उन लोग के द्वारा बहुत सारे सताव को पौलुस को सामना करना पड़ा।
तो भी वो डटकर उस छोटे से विश्वास को रखते हुए भी, उसको पकड़ते हुए वो सुसमाचार को सुनाता रहा। 2 Timothy chapter 1 verse 12 in this Bible saying, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. കർത്താവിലുള്ള വിശ്വാസം അപ്പോസ്തലനായ പൗലോസ് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഈ പ്രയാസങ്ങളെ മതിയും ബുദ്ധിമുട്ടിന് മതിയും ഈ പ്രോസിക്യൂഷൻ മതിയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയായിരുന്നു പൗലോസ് അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. और दूसरे तीमुथियुस 1:12 में क्या लिखा है? इस कारण मैं इन दुखों को भी उठाता हूं, पर लज्जाता नहीं, क्योंकि मैं जिस पर मैंने विश्वास किया है जानता हूं, और मुझे निश्चय है कि वह मेरी धरोहर की उस दिन तक रखवाली कर सकता है। मतलब पौलुस को अपने विश्वास को मजबूती रीति से वो पकड़ा हुआ, हालांकि सताव परेशानियां उसके जीवन में आ रही है, लेकिन वहां पर वो क्या कर रहा है? अपने विश्वास को जोर से अंगीकार करके बोल रहा है कि मैं जानता हूं मैंने किस पर विश्वास किया है। Praise the Lord, hallelujah. The fifth one, we are preaching the അഞ്ചാമത്തെ ഫെയ്ത്തിനെ കുറിച്ച് സംസാരിക്കുന്ന അഞ്ചാമത്തെ ഗ്രോയിങ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇൻക്രീസ് ആകുന്ന ഫെയ്ത്ത്, വിശ്വാസത്തെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. और 5वां हम क्या सीखने जा रहे हैं? 5वां विश्वास का स्तर क्या है? बढ़ने वाला विश्वास, वो ऐसे बढ़ता रहता है, ऐसा एक विश्वास का स्तर है। Praise the Lord, hallelujah. നമ്മൾ ഗ്രോയിങ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ, ജസ്റ്റ് ഐ ആം റീഡിങ് ഇംഗ്ലീഷ് ഇൻ ദ ഡെഫിനേഷൻ. ഇത് പറയുന്നത് just you have to think, look at in our heart and what kind of faith we have daily. We have to don't look at in yourself what kind of faith you have. Bible says, is my faith is growing or bigger than today or than last week? We have to compare our faith. ആ വിശ്വാസത്തിന്റെ അളവ് കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കാം, ഈ ആഴ്ചയിൽ വിശ്വാസം വർദ്ധിച്ചോ, ദൈവവേലയിൽ നമ്മൾ ശക്തിപ്പെട്ടോ. പ്രൈസ് ലോർഡ്. അങ്ങനെ നമ്മൾ ഈ ഗ്രോയിങ് ഫെയ്ത്തിൽ നമ്മൾ ഫെയ്ത്ത് കമ്പയർ ചെയ്യും. ഈ ഫെയ്ത്തിന് വേരിയേഷൻ ഉണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവ് വരുന്ന ഗിഫ്റ്റാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നതോറും അത് നിർജ്ജീവമായി പോകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതാണ് പറയുന്നത്. നമ്മൾ വിശ്വാസം നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നിർജ്ജീവമായി പോകും. വിശ്വാസവും കർത്താവിന്റെ വചനവും ആ കേൾവിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ആ വിശ്വാസം അത് മരിച്ച അവസ്ഥയിലായി പോകാനായിട്ട് സാധ്യതകൾ ഏറെയാണ്. और 5वां जो विश्वास का स्तर वो क्या है? बढ़ने वाला विश्वास है। उसके लिए मैंने एक ऐसी परिभाषा को लिखा है, अगर हमारा विश्वास कल से ज्यादा बड़ा नहीं, यानी हमारा विश्वास पिछले हफ्ते से ज्यादा बड़ा नहीं है, ऐसे हमें जांच कर देखना है कि क्या हमारा विश्वास पिछले हफ्ते से और कल से क्या ज्यादा बढ़ा है और आज कैसा है। हमें प्रतिदिन उसको जांचते रहना है और हमारा विश्वास को हमें बढ़ाते रहना है। ये इस प्रकार से हमें उस बात को सीखना है। Praise the Lord, hallelujah. ഇതിൽ പറയുന്നത് 2 Timothy chapter 1 verse 3. ഇതിൽ പറയുന്നത് 2 തിമോഥെയോസിന്റെ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 1-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകുകയും വരികയാൽ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യാൻ കടംപെട്ടിരിക്കുന്നു. वहां पे इस प्रकार लिखा है 2 तीमुथियुस 1:3 में, जिस परमेश्वर की सेवा मैंने अपने बाप दादों की रीति पर शुद्ध विवेक से करता हूँ, उसका धन्यवाद हो कि मैं अपनी प्रार्थनाओं में तुझे लगातार स्मरण करता हूँ और तेरे आंसुओं की शुद्धि करके रात दिन से तुझसे भेंट करके लालसा रखता हूँ कि आनंद से मैं भर जाऊं। ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് 2 Thessalonians chapter 1 verse 3 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും, തുടർമാനായിട്ട് പറയുന്നത് അന്യോന്യ സ്നേഹം പെരുകയും എന്ന് വെച്ചാല് വിശ്വാസവും സ്നേഹവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസവും സ്നേഹവും എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവ സ്നേഹവുമായിട്ട് വിശ്വാസം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധ്യമല്ല. 2 थिस्सलुनीकियों 1:3 में क्या लिखा है कि तुम्हारा विश्वास बहुत बढ़ता जाए, कि तुम सबका प्रेम आपस में बढ़ता जाता है। इसका मतलब जैसे जैसे विश्वास बढ़ता जाता है, प्रेम भी बढ़ता जाता है, और जैसे प्रेम बढ़ता जाता है, विश्वास का स्तर बढ़ता जाता है, क्योंकि अगर हम परमेश्वर पर विश्वास रखते हैं तो उस पर का हमारा प्रेम भी बढ़ता जाएगा। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ദൈവ സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് കർത്താവിലുള്ള വിശ്വാസവും നമുക്ക് വർദ്ധിക്കും. ദൈവ സ്നേഹം എന്ന് വെച്ചാൽ, എങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും? നമ്മൾ ഫെലോഷിപ്പ് ചെയ്യണം.
ബൈബിള് വായിക്കണം, ബൈബിള് വർഷിപ്പ് ചെയ്യണം, കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പറയണം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുവാനായിട്ട് ഇടവരുന്നത്. विश्वास कैसे बढ़ेगा? जब हमारा परमेश्वर के प्रति जो प्रेम है वो जब बढ़ता है तो अपने आप हमारे अंदर का उसके लिए विश्वास भी बढ़ता जाएगा। उसके लिए हमें क्या करना है? हमें वचन को मनन करना है, हमें आराधना करना है, हमें प्रार्थना में समय व्यतीत करना है। जब हम इन सब चीजों को करते हैं, परमेश्वर की उपस्थिति में बैठते हैं, तो अपने आप परमेश्वर के प्रति हमारा प्रेम बढ़ता जाएगा, और जब प्रेम बढ़ता जाएगा तो हमारा उसके लिए जो विश्वास है वो भी बढ़ता जाएगा। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഗലേഷ്യൻ ചാപ്റ്റർ 5:6 ഇതിൽ പറയുന്നത്. ഗലാത്യർക്ക് ലേഖനം അത് 5-ാം അധ്യായം 6-ാം വാക്യം പറഞ്ഞതെന്ന് വെച്ചാൽ ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസമാത്രേ കാര്യം. ബുക്ക് ഓഫ് ഗലേഷ്യൻ ചാപ്റ്റർ 5:6 ഫോർ ദ ക്രൈസ്റ്റ് ജീസസ് നെയ്തർ സർക്കംസിഷൻ നോർ അൺസർക്കംസിഷൻ avails anything but faith working through love. क्या लिखा है गलातियों 5:6 में? मसीह यीशु में ना खतना और ना खतना रहित कुछ काम का है, परंतु केवल विश्वास जो प्रेम के द्वारा प्रभाव डालता है। പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളെന്ത് വെച്ചാല് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തിൽ വളരാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വിശ്വാസം നമ്മൾ നിലനിൽക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ എതിർക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് പറയുന്നത് അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ദൈവ സ്നേഹത്തിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? എങ്ങനെ വിശ്വാസം നമ്മളിൽ വർദ്ധിക്കും? വിശ്വാസത്തിന് മറ്റുള്ളവരോട് നമ്മൾ എതിർക്കുവാണെങ്കിൽ ആ വിശ്വാസത്തിന് പകരമായിട്ട് നമ്മൾ അവിശ്വാസവും അതുപോലെ കോപവും അതുപോലെ നിരാശയും പിന്നെ അന്ധകാരശക്തികൾ കൊണ്ടുവരും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നത്. കർത്താവിന്റെ ആ കൃപ നമ്മളിലേക്ക് കൂടുതലായിട്ട് തരികയും ചെയ്യുന്ന ആ സമയത്ത് കർത്താവ് തരുന്നത്. जो विश्वास है वो हमेशा प्रेम के द्वारा प्रभाव डालता है, तो हमारे विश्वास के साथ हमारे अंदर दूसरों के प्रति प्रेम होना चाहिए। यदि हम दूसरों को प्रेम नहीं कर पा रहे हैं तो हमारे अंदर क्रोध, बैरभाव, ईर्ष्या, ऐसे भावनाएं जब हमारे अंदर आती है, हम दूसरों को प्रेम नहीं कर पाते, और जब प्रेम नहीं होता है तो विश्वास भी हमारा बिना प्रभाव के विश्वास बन जाता है। इसलिए विश्वास को हमेशा प्रेम के साथ प्रभाव डालना चाहिए। അതാണ് പറയുന്നത്. ഇത് only way our faith works is through love. Our love for God and our love for one another. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം, മറ്റുള്ളവരെ പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും, കർത്താവ് നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കർത്താവ് കാണും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വാച്ച് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ദൂതഗണങ്ങളെ നമ്മൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പറയുന്നവരെ അങ്ങോട്ട് തിരിച്ചു പറയാതെ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ മാത്രമല്ല തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുമാനമുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനുള്ള കൃപയുടെ കർത്താവ് തരും. और हम देख सकते हैं जैसे इस वचन में लिखा है कि विश्वास को जो है वो प्रेम के द्वारा ही प्रभाव डालता है। हमारे अंदर विश्वास बढ़ने के लिए हमें प्रेम के साथ एक दूसरे को झेलना है और सहना है, और जब हम एक दूसरे के प्रेम करते हैं तो प्रभु का प्रति जो प्रेम है वो भी हमारे अंदर बढ़ना चाहिए। तो विश्वास जो है वो हम दूसरों के प्रति भी प्रेम करना है और परमेश्वर के प्रति भी प्रेम करना चाहिए, तभी हमारे अंदर ये विश्वास बढ़ता जाएगा। സോ ദാറ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് കർത്താവിനെ പ്രഘോഷിക്കുന്ന സ്റ്റേറ്റ് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. കാരണം ഇപ്പൊ ഒരുമാതിരിപ്പെട്ട സമയത്തൊന്നും ആൾക്കാരും ചിലപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കാണത്തില്ല. ആൾക്കാരുണ്ടെങ്കിലും നോക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി നമുക്ക് ഈ ഒരു കൃപ തന്നു. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യം കർത്താവ് നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വെളിപാടിനാൽ നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പോകുന്നു. മറ്റുള്ളവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവരെല്ലാവരും നമ്മളെ ചതിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് നമ്മൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായി, അവർ വരുന്ന നോക്കിയിട്ട് അവരാരും വന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ പ്രസംഗിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഗ്രേസ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിനെ പ്രഘോഷിക്കാൻ പോയി. ഇപ്പൊ ഞാൻ വിചാരിക്കും തന്നെ ഉള്ളെന്ന്. തന്നെയല്ല. ചില സമയത്ത് അന്ധകാശികൾ ചിന്തിക്കും തന്നെ ഉള്ളെന്ന്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. कई बार जब मैं स्ट्रीट में जाता हूँ सुसमाचार सुनाने के लिए, कई बार हम लोग को लगता है कि मैं अकेले हूँ या मेरे साथ कोई नहीं है। हमें लगता है कि हमारे साथ कोई होना चाहिए तभी हम सुसमाचार को सुना सकते। नहीं, अगर हमारे अंदर प्रभु के प्रति प्रेम है तो हम कहीं भी जाकर अकेले भी हम प्रभु के सुसमाचार को सुना सकते हैं। कई बार जब हम जाते हैं अकेले, अंधकार की ताकतों को लग सकता है कि हम अकेले हैं, लेकिन हम अकेले नहीं हैं। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കർത്താവിനെ പ്രസംഗിച്ച സ്റ്റേറ്റില് പ്രൈസ് ദി ലോർഡ് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, യേശുവിൻ രക്ഷകനായിട്ട് സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങണം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ ദിസ് ഐ എം ഗിവിംഗ് ഇൻ യുവർ ഹാൻഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. പിന്നെ നമ്മളല്ല ചെയ്യുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് വർക്കിംഗ് സംതിങ് ഗ്രേറ്റസ്റ്റ് തിങ് ത്രൂ യുവർ ഹാൻഡ്. അതാണ് പറയുന്നത്. നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മളല്ല ചെയ്യുന്നത്, മറിച്ച് അത് കർത്താവിന്റെ വചനം ചെയ്യുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്യാനായിട്ട് ഇടവരും. आज मैं जब सुसमाचार सुनाने के लिए गया, मैं अकेले गया था, लेकिन बहुत से लोगों ने प्रभु के सुसमाचार को सुना और उस पर विश्वास किया। मैं क्या कहना चाहता हूँ, मैं ये बोलना चाहता हूँ, कई बार हमें लगता है हमसे नहीं हो सकता या फिर हम अकेले हैं, लेकिन नहीं, हमारे साथ पवित्र आत्मा है। पवित्र आत्मा के द्वारा ही हम इन सब कामों को करते हैं। कई बार जो बातें हम भी नहीं कर पाते हैं, वो पवित्र आत्मा हमारे द्वारा उन बातों को कर सकता है। അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, സഭയെല്ലാം വലിയ പ്രോസിക്യൂഷൻ നടന്നു. 6 അധ്യായം 7 അധ്യായം വലിയ പ്രോസിക്യൂഷൻ നടന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 7 and 8. ഈ പ്രോസിക്യൂഷൻ നടുവിലും പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ആ വിശ്വാസം, ഗ്രോയിങ് ഫെയ്ത്തിൽ ആ ഫിലിപ്പും അതേപോലെ തന്നെ രക്ഷിക്കപ്പെട്ട് അന്ന് വചനം കേട്ട്, അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തില് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ആൾക്കാരെല്ലാവരും, എല്ലാവരും ഞാൻ പറയും, പ്രൈസ് എടുത്ത് അതിൻ്റെ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും പ്രൈസ് ലോർഡ് അഭിഷേകം പ്രാപിച്ച് എല്ലാവരും ചിതറിക്കപ്പെട്ട എല്ലാവരും മാസിഡോണിയ, അതേപോലെ തന്നെ സമരിയ, ജൂദയ, ജെറുസലം, എല്ലാ സ്ഥലങ്ങളിലും അവര് അറിഞ്ഞ ദൈവത്തെ പ്രഘോഷിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ കയ്യിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് ജീവിക്കുന്ന ദൈവമാണ് അവരുടെ വചനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. और हम देख सकते हैं प्रेरितों के कार्य की पुस्तक में उसके 6 अध्याय में उसके 8वें अध्याय में कितना बड़ा सताव आया, कलीसिया के ऊपर बड़ी बड़ी ताड़नाएं और सताव आता रहा, लेकिन तब भी हम देख सकते हैं कि वहां पर फिलिप्पुस के द्वारा, अन्य अन्य लोगों के द्वारा ऐसा बड़ा बेधारी हुआ। और मैं बोल सकता हूँ जितने भी लोगों ने प्रभु के सुसमाचार सुने, उनके द्वारा, जिन्होंने भी विश्वास किया, उनके सबके द्वारा बड़े बड़े चमत्कारों को और अद्भुत कामों को परमेश्वर ने किया। ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന ആൾക്കാർക്ക് തരേണ്ട കർത്താവിന്റെ വചനം അത് ഞാനല്ല പറയുന്നത്, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു. आज जब मैं प्रभु का वचन प्रचार करता हूँ तो मैं नहीं प्रचार कर रहा हूँ, बल्कि पवित्र आत्मा मेरे द्वारा बोलता है। आपसे जो भी बातों को बोलना है, आपको जो संदेश चाहिए, वो पवित्र आत्मा मेरे द्वारा आप तक पहुंचा रहा है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നാണ് എനിക്ക് പറയാനായിട്ടായിരിക്കുന്നത്, ഈ ഫെയ്ത്തും കർത്താവിലുള്ള നോളജും അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഫെയ്ത്തും ലവും തമ്മിൽ വിശ്വാസം അതേപോലെ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണക്ട്, ഫെയ്ത്ത് ആൻഡ് ലവ് ഈസ് ഓൾറെഡി കണക്റ്റഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഫെയ്ത്തും അതുപോലെ യേശുക്രിസ്തുവിലുള്ള ആ പരിജ്ഞാനവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ये विश्वास और प्रेम जो है वो आपस में जुड़ा हुआ है। विश्वास और प्रेम एक साथ मिलकर ही काम कर सकता है। वैसे विश्वास और परमेश्वर के बीच का पहचान, विश्वास और परमेश्वर का पहचान भी एक से दूसरे के साथ जुड़कर, संबंध होकर वो काम करता है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ 2 Peter chapter 3 verses 18 ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ബട്ട് ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് യുവർ ലോർഡ് ജീസസ്, ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, ടു ഹിം be the glory both now forever. ഇത് പറഞ്ഞ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനം അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. തുടർന്ന് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വരുവിൻ എന്ന് വെച്ചാൽ യേശുക്രിസ്തു ആരാന്ന് അറിയുവിൻ. വേറെ രീതി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വലിപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് അബ്രാഹത്തോട് കർത്താവ് പറയുന്നത്, അബ്രഹാം is there anything impossible for me? പ്രൈസ് ദി ലോർഡ്. ഞാൻ സർവശക്തിയുള്ള ദൈവം അല്ലയോ? അതാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചിറക്കി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സർവശക്തനായ ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ പരിജ്ഞാനത്തെ വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ആവശ്യപ്പെടുന്നു. दूसरा पत्रस 3:18 में क्या लिखा? पर हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनुग्रह और पहचान में बढ़ते जाओ। मतलब हमें विश्वास के साथ उसके पहचान में भी बढ़ते जाना। हमें पहचानना है कि हमारा परमेश्वर कितना सामर्थी है। जैसे अब्राहम ने क्या पहचाना? अब्राहम से परमेश्वर ने बोला, मैं तुम्हारा सर्वशक्तिमान परमेश्वर हूँ, क्या मेरे लिए कोई काम कठिन है? वो परमेश्वर जो बातें शून्य है, जो बातें है ही नहीं, उसको भी नाम लेकर बुलाता है। उस परमेश्वर पर हमें विश्वास रखना है, क्योंकि वो कुछ भी कर सकता है। കർത്താവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മീയ വർധന നമ്മൾ പ്രാപിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു.
हम कैसे आत्मिक तौर पे बढ़ सकते हैं? जब हम यीशु मसीह में जड़ पकड़ते हैं, तब हम ऊपर की ओर बढ़ सकते हैं। അത് തുടർന്ന് അതാണ് കർത്താവിന്റെ വചനം. അതാണ് അപ്പോസ്തലന്മാരെല്ലാവരും പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിൽ വേരൂന്നിയിരുന്നു. they were rooted and planted in Christ. Praise the Lord. അതുകൊണ്ട് തന്നെ പൗലോസും അങ്ങനെ. പൗലോസും കർത്താവിൽ വേരൂന്നിയിരുന്നു. He was rooted and planted in Christ. അതുകൊണ്ട് തന്നെ വലിയൊരു കാറ്റ് വന്നു, കൊടുങ്കാറ്റ് വന്നപ്പം പൗലോസിന്റെ ഭവനം എവിടെയാ പണിതത്? പൗലോസിന്റെ ഭവനം പണിതത് പാറമേൽ പണിയപ്പെട്ട പാറമേലായിരുന്നു പൗലോസിന്റെ ഭവനം പണിതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റ് വന്നു. പ്രൈസ് ദി ലോർഡ്. അത് വെള്ളം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അതിൽ നിന്നൊന്നും കുലങ്ങത്തില്ലാത്ത ശക്തനായ വിശ്വാസത്തിന്റെ വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസും എല്ലാ ശിഷ്യന്മാരും. प्रेरित लोग कैसे बढ़ पाए? क्योंकि उन्होंने मसीह में जड़ पकड़कर वो बढ़े थे। इसी प्रकार पौलुस भी मसीह में जड़ पकड़ बढ़ रहा था। इसलिए तो हम देख सकते हैं बहुत सारी आंधियां पौलुस के खिलाफ आई, लेकिन पौलुस कैसा रहा? दृढ़ रहा। क्यों? क्योंकि उससे यीशु मसीह जो चट्टान है उस पर उसने अपने घर को बनाया था। ऐसे आंधी तूफान, पानी, लहरें सब कुछ उठकर आई, बाढ़ आया, लेकिन कोई भी उसको डुबा नहीं सका, क्योंकि वो प्रभु में दृढ़ बनकर खड़ा था। അതാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാ സഭ വലിയ പ്രോസിക്യൂഷൻ നടന്നു പ്രവൃത്തി നമുക്കറിയാം. ആ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നു. ബുക്ക് ആക്ട്സ് ചാപ്റ്റർ 16. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ പൗലോസിനെ അടിച്ചു. 27-ാം അധ്യായത്തിൽ നമുക്കറിയാം കപ്പൽ അപകടം ഉണ്ടായി. അതിൽ നിന്നെല്ലാം പൗലോസ് പിടിച്ചു നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസത്തിന്റെ ആത്മീയ വർധന പ്രാപിച്ചു. യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിൽ വളർന്നു. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൗലോസ് അതിജീവിച്ചത് യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനമായിരുന്നു. और हम देख सकते हैं प्रेरितों की कार्य 16वें अध्याय में पतरस को पौलुस को पकड़कर पौलुस को बंदी गृह में डाल दिया गया, उसको मारा गया कोड़ों से। और 27-28 में क्या वो जहाज की आपत्ति में फंस गया, लेकिन पौलुस को पता है कितना भी कठिन परिस्थिति क्यों ना आ जाए, कितनी भी परेशानियां और अवस्थाएं क्यों ना बदल जाए, लेकिन ये परमेश्वर कुछ भी कर सकता है। ऐसे पौलुस ने अपने अंदर विश्वास किया। ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 10 വേഴ്സ് 17. റോമക്കാർക്ക് ലേഖനം 10-ാം അധ്യായം അതിൽ 17-ാം വാക്യം പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. और लिखा है रोमियो 10:17 में, अतः विश्वास सुनने से और सुनना मसीह के वचन से होता है। അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദൈവവേലയിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, അതൊന്നും നമ്മളെ കാര്യമാക്കണ്ട. ഒരു നാളൊരു ഉയർച്ചയുണ്ട്, ഒരു നാളൊരു വർധനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു നാൾ കർത്താവ് നമ്മളെ മാനിക്കും. ഒരു നാൾ നമ്മളൊരു റോക്കറ്റ് പോലെ കുതിച്ചു വരും. അതാണ് കർത്താവ് പറയുന്നത്. നമുക്കൊരു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം പറയുന്നത് 31 ബുക്ക് വേഴ്സ് 31. കർത്താവിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ഘടകന്മാരെ പോലെ ചിറകൊടിച്ചു വരും. പുതിയ ചിറകൾ കർത്താവ് തരും. അവർ കൂടിയാ തളർത്തില്ല, എത്ര നടന്നാലും ക്ഷീണിക്കത്തില്ല. കാരണം ദൈവത്തിലുള്ള പരിജ്ഞാനത്തിൽ അവര് വളർന്ന ഒറ്റ അക്കാരണത്താല് കർത്താവ് പറയുന്നു, ഞാൻ തന്നെ ഒരു നാളും കൈവിടത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ല. इसलिए कितने भी सताओ, कितनी भी परिस्थिति आपके विपरीत और प्रतिकूल अवस्थाएं क्यों ना आ जाए, लेकिन आप एक दिन बढ़ेंगे, आप एक दिन सफल होंगे, आप एक दिन ऊंचे किए जाएंगे, एक दिन आपका आदर होगा। क्यों? क्योंकि वचन में क्या लिखा है? यशायाह 40:31 में लिखा है कि जो प्रभु की बाट जोते हैं वो काब के नाई ऊंचे उड़ेंगे, आपके नए पंख लगेंगे और आप एक जवान काब के समान ऊंचा उड़ते जाएंगे। वे दौड़ेंगे और थकेंगे नहीं, वे चलेंगे और श्रमित ना होंगे। इस प्रकार वचन में लिखा है। അതുകൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചാലും നമ്മൾ പറയണം, കർത്താവായ ദൈവമാണ് എന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർമായിട്ട് നമ്മൾ ഏറ്റു പറയണം. വചനം കൊണ്ട് നമ്മൾ അന്ധകാരശക്തിയെ പ്രവർത്തനത്തെ തകർക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ അലയും, പക്ഷെ എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്ന എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാനം, ആ രംഗത്തില് എല്ലാ മേഖലകളിലും ഈ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പറയണം. इसलिए कितनी भी परेशानियां और कितनी भी अवस्थाएं क्यों ना आ जाए, लेकिन तब भी हमें डट कर खड़ा होना है। वचन में क्या लिखा है? जवान सिंह तो भूखे मर जाते हैं, लेकिन जो यहोवा की बाट जोते हैं उन्हें किसी भी आशीष की तंगी नहीं होती है। और हमें विश्वास करना है कि वो परमेश्वर के द्वारा हमारे लिए कोई भी आशीष में कोई भी रुकावट और तंगी नहीं आएगी। പഴയ നിയമം നമ്മൾ എടുത്തു നോക്കാൻ ദാവീദിന്റെ വിശ്വാസം നമുക്കറിയാം. ദാവീദിന്റെ വിശ്വാസം മേൽക്കുമേൽ വർദ്ധിച്ച വിശ്വാസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വീട്ടുകാരെല്ലാരും തള്ളിക്കളഞ്ഞു, എങ്കിലും കർത്താവിനുള്ള ആഗ്രഹം, കർത്താവിനുള്ള പരിജ്ഞാനത്തിൽ വളരാനുള്ള ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ കാരണത്താല് ദാവീദിനെ
അഭിഷേകം ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ശമൂവേൽ പ്രവാചകനെ അയച്ചു. दाऊद के अंदर का विश्वास कैसा था? बढ़ने वाला विश्वास था। हम कैसे जानते हैं? क्यों? जब हम दाऊद को देखते हैं, वो परिवार द्वारा तिरस्कृत था, लेकिन वो तब भी अकेले में बढ़ता था। उसके अंदर वही एक विश्वास है। इसी वजह से भविष्यवक्ता उसको खोज कर आया। ഇപ്പൊ പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കർത്താവിന്റെ വചനത്തിന് പരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ നമുക്കൊരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. ആ ഒരു കൊയ്ത്ത് നമുക്കും കർത്താവ് വെച്ചിട്ടുണ്ട്. റൈത്രോൺ ഈ 2024 എന്ന് വെച്ചാൽ ഈ എൻഡ് ടൈം റൈവേയിൽ കർത്താവ് ആരൊക്കെ ദൈവം വിലയ്ക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും കർത്താവ് ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. റൈതല്ലോ. और ये प्रभु के वचन के पहचान में यदि हम बढ़ेंगे, हम एक बड़े कटनी को काटने जा रहे हैं। या अंतिम दिनों के बेदारी के समय में एक बड़े कटनी प्रभु ने हमारे लिए रखा है। നമുക്കറിയാം ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ആൾക്കാര് എത്രമാത്രം ഈ അന്ധകാര ശക്തികൾ ഏത് സമയം പുറകെ നടക്കും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ദൈവവേല ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ വഴിയായിട്ട് നിങ്ങൾ പഞ്ചാരവാക്ക് പറഞ്ഞ് നിങ്ങളുടെ പുറകെ വരും. അന്ധകാര ശക്തി സാത്താന്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നേരെ വന്ന് ദൈവദാസന്മാരും കർത്താവിന്റെ അഭിഷേകത്തിനും താർക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് വളഞ്ഞ വഴി കൂടെ വന്നിട്ട് പ്രൈസ് ഏതെങ്കിലും രീതിയിൽ താർക്കാണ്ട് ശ്രമിക്കുക. അവർ സാത്താന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിലുള്ള വിശ്വാസം നമ്മൾ താർക്കണം, കർത്താവിലുള്ള ഫെലോഷിപ്പ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം, ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ കുറയ്ക്കണം, നിർത്തലാക്കണം. പ്രൈസ് ലോർഡ്. കർത്താവിലുള്ള വർഷിപ്പ് നിർത്തണം. ഈ ഒറ്റ കാര്യം അന്ധകാര ശക്തി ഏത് സമയവും അന്ധകാര ശക്തി ഈ ഒരു ഒറ്റ കാര്യത്തിന് നമ്മളെ ഏത് സമയവും സാത്താനിയ ലോകം നമ്മളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. और हमेशा दुष्टात्मा की ताकतें जो है एक प्रभु के सेवक के पीछे हमेशा लगी रहती है। वो हमेशा कोशिश करती है कैसे उस सेवक को हरा सकते हैं। उसके लिए वो सीधे रास्ते नहीं आते, वो टेढ़े मेढ़े रास्तों का इस्तेमाल करती हैं, ताकि प्रभु के सेवक को कैसे भी उस सेवकाई से नीचे लेकर आए, उसकी आराधना से नीचे लेकर आए, उसके उस स्थान से नीचे लेकर आए, उसके उस प्रभु के प्रेम से नीचे लेकर आए, प्रभु पे भर के भरोसे से उसको नीचे लेकर आए। लेकिन अंधकार जो ताकतें हैं वो हमेशा एक प्रभु के सेवक को किसी ना किसी तरीके से तंग करने की कोशिश करती रहती है। ഒന്നല്ലേ വേറെ രീതിയിൽ അന്ധകാര ശക്തികള് ദൈവദാസന്മാരുടെ പുറകെ എങ്ങനെയെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ വഴിയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഹെൽപ്പ് ചോദിച്ച ആൾക്കാർ വഴിയായിട്ട് അവർ വഴിയായിട്ട് അന്ധകാര ശക്തി പ്ലാനിങ്ങിലൂടെ നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കും. एक प्रभु के सेवक के जीवन में कहीं ना कहीं तरीके से अंधकार की ताकतें उसको हराने के नीचे करने की कोशिश करती रहती हैं। हो सकता है उसको प्यार करने वाले किसी व्यक्ति के द्वारा वो काम कर सकता है, या किसी अन्य तरीके से उसको नीचे करने के लिए, निरुत्साहित करने के लिए प्रयास करती रहती है। ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഒരു പ്രീസ്റ്റ്, അത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി കത്തോലിക്ക സഭ നാളെ വന്നു. പ്രൈസ് ഒരു പ്രീസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, അതിന് രക്ഷിക്കോട് സ്ഥാനപ്പെട്ടൊന്ന്. പ്രൈസ് അതായത് ടെസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് പറയാനുണ്ട്. ഒരു നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ഉണ്ട്, ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൈസകൾ ഒത്തിരി വരുവാനോട് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പൊ ഞാനിപ്പോ ആദ്യം മെസ്സേജ് അയച്ചിട്ട് ഞാൻ ആ പ്രീഷനോട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് കാരണം അന്ധകാര ശക്തി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും കർത്താവിന്റെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ നെറ്റ്വർക്കിനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കണം. അങ്ങനെ ദൈവവേലയിൽ നമ്മള് താഴണം, ദൈവവേല ഒന്നും ഇല്ലാതെ ഇട്ട് തല്ലിപ്പോണം. ഇതാണ് അന്ധകാര ശക്തിയുടെ പ്രത്യേകത. मैं एक उदाहरण के लिए बोलना चाहता हूँ। जैसे हाल ही में अभी मेरे पास एक प्रीस्ट आए थे, उन्होंने मुझे बोला कि ऐसा कुछ नेटवर्किंग साइट है जहाँ पर आप पैसों को अगर निक्षेप करेंगे तो आपको बहुत सारे पैसे मिलेंगे। ऐसे करके उन्होंने मुझे भरमाया। और मैं इसके द्वारा ये बोलना चाहता हूँ कि अंधकार की ताकत किसी भी तरीके से, किसी भी प्रयास की रीति से या फिर प्यार का दिखावा करके भी आपके पास आ सकती है, आपको भड़काने के लिए। ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ മെസ്സേജ് അയച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മള് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈസ് ലോർഡ് ദൈവവചനം തകർക്കാനായിട്ടുള്ള അന്ധകാര ശക്തിയുടെ ഒരു മാർഗമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ലോർഡ് അതിന് ഉദാഹരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ഈ നെറ്റ്വർക്ക് മനസ്സിന്റെ ഉള്ളിൽ വരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട സമയത്ത് ഈ നെറ്റ്വർക്കിനെ കുറിച്ച് ചിന്ത വരും. വചനം ധ്യാനിക്കാൻ പറ്റത്തില്ല, വചനം വായിക്കാൻ പറ്റത്തില്ല. ഡെയിലി കർത്താവിന്റെ മെസ്സേജ് അയക്കുമ്പോൾ ഈ നെറ്റ്വർക്കിനെ കുറിച്ച് അയക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ വചനം കറപ്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ലോർഡ് കറപ്റ്റഡ് ആകും. പ്രൈസ് ലോർഡ്. പിന്നെ വേറെ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന, മറ്റുള്ളവർ വഞ്ചിക്കുണ്ടാക്കുന്ന പൈസയാണ്. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം കയ്യാലെ നമ്മൾ 10, 24, 30, 36 മണിക്കൂർ വേല ചെയ്തിട്ട് കർത്താവിനെ അധ്വാനിക്കാനായിട്ട് ഞാൻ ആ പ്രേക്ഷനോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി.
और मैंने उस प्रीस्ट को ऐसे करके समझाया कि हम जो भी ऐसे कामों को करते हैं, तो हम प्रभु की सेवकाई में जब काम करते हैं या प्रभु का प्रचार जब करते हैं, नेटवर्किंग साइट के बारे में हमारे मन में आ सकता है, या फिर हम वचन घोषणा करने के लिए, प्रचार करने के लिए जाते हैं, तभी नेटवर्किंग साइट के बारे में हमारे मन में आ सकता है, या फिर जब हम प्रार्थना कर रहे होते हैं, इसके बारे में हमारे मन में बार-बार आता रहता है, जो हमारे प्रभु की ओर से हमारे ध्यान को भड़काता है। और मैंने उनको ये भी बताया कि प्रभु के सेवकाई के अलावा, यानी हमारे परिश्रम के बिना जो भी पैसे हमें मिलते हैं, वो प्रभु की ओर से नहीं, अन्य लोग को धोखा देकर मिलने वाला पैसा है। और इसमें प्रभु के वचन में जब हम प्रचार करते हैं, ये सब चीजें जब आ जाती हैं, तो ये वचन के अंदर एक भ्रष्टाचार को भी लेकर आता है। ऐसे करके मैंने उनको समझाया। പിന്നെ ഞാൻ അദ്ദേഹത്തിന് പറയാൻ കാര്യം, ആ പ്രീസ്റ്റോട് പറഞ്ഞു കൊടുത്തു, പ്രൈസ് പൗലോസ് നെറ്റ്വർക്കിംഗ് ചെയ്തിട്ടില്ല, പൗലോസ് കൂടാരപ്പണിയാണ് ചെയ്തത്. പ്രൈസ് ലോർഡ്, കൂടാരപ്പണികൾ ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. അച്ഛൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടണം, സത്യവചനം അറിയണം. പ്രൈസ് ലോർഡ്, സത്യ സുവിശേഷം പ്രഘോഷിക്കണം. എത്ര പേരെ കർത്താവിന് വേണ്ടി നേടിയെന്ന് ഞാൻ ചോദിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടണം, മറ്റുള്ളവരെ രക്ഷിക്കപ്പെടുത്താൻ ശ്രമിക്കണം. പ്രൈസ് ലോർഡ്, ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ നെറ്റ്വർക്കിംഗ് പരിപാടി പിശാചിന്റെ തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ധകാശക്തി പല രീതിയിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തകർക്കാനായിട്ട് വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട്ലി, പ്രൈസ് ലോർഡ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി the Satan will come and destroy your anointing. You have to be more vigilant in that one. और मैंने उनको ऐसे समझाया कि उनको ऐसे बताया कि पौलुस ने कभी भी नेटवर्किंग का कोई भी ये चीज नहीं करा। पौलुस हमेशा तंबू का काम करके, अपना काम करके, हाथों से मेहनत करके ही वो प्रभु की सेवकाई करता था। ऐसे करके मैंने उनको सिखाया और मैंने बोला, इन सब चीजों के द्वारा प्रभु के राज्य में, सेवकाई में बहुत कुछ बुरी बातें आ सकती है। ऐसे करके उनको मैंने बताया। और अंधकार की ताकतें किसी भी प्रकार आपके अभिषेक को चुराने के लिए आ सकती है, इसलिए आपको बहुत सतर्क रहना है, सावधान रहना है। കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാനത് താങ്ങിക്കൊള്ളും. പറയുന്നത് കർത്താവിന്റെ വചനം തുടർമാനായിട്ട് പറയുന്നു, നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മനസ്സിന് വിഷമമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. കർത്താവ് അത് താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര മരുഭൂമി അനുഭവം വന്നു കഴിഞ്ഞാലും, എത്ര തകർച്ചയുടെ അനുഭവം വന്നു കഴിഞ്ഞാലും, ഈ ദൈവം നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% our God will deliver you. This is a message I want to deliver to each and every people. Our God will never cheat you. Our God will never forsake you. कितनी भी परेशानियां क्यों ना आ जाए, कितना भी सताओ, कितना भी तंगी क्यों ना आ जाए, मैं आपको बोलता हूँ कि प्रभु के वचन ने क्या लिखा, अपना बोझ मुझे दो, मैं तुम्हें विश्राम दूंगा। धर्मी जन को कभी भी वो टलने नहीं देगा, उसके पैर को हमेशा वो दृढ़ बनाकर रखेगा। प्रभु के वचन में क्या लिखा है कि हमारा परमेश्वर आपको कभी त्यागने वाला, छोड़ने वाला या फिर आपका हाथ छोड़कर जाने वाला परमेश्वर नहीं है। वो हमेशा आपको लेकर चलेगा, आपको बचाएगा और आपको उठाकर चलने वाला परमेश्वर है। അതാണ് അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ 4-ാം അധ്യായത്തിൽ പ്രോസിക്യൂഷൻ നടക്കുകയാണ്. അപ്പൊ പുരോഹിതന്മാരും അതുപോലെ അവിടെയുള്ള ആൾക്കാർ വിളിച്ചിട്ട് താക്കീത് കൊടുത്ത്, ഈ നാമത്തെ പ്രതി സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞ ഒരേ ഒരു കാര്യമായിരുന്നു, എന്താന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ അനുസരിക്കണം, മനുഷ്യനെ അനുസരിക്കണം. ഒരേ ഒരു വാക്യ പത്രോസ് പറഞ്ഞത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വചനത്തിന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. കർത്താവിന്റെ വചനത്തിലുള്ള മായം കലർത്തരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇഫ് യു ആർ ദ ഗോസ്പൽ പ്രീച്ചർ, continuously you have to preach the gospel. You will be alone. തനിയെ കാണത്തുള്ളൂ, ഒറ്റയെ കാണത്തുള്ളൂ. Never mind, our God will establish you. Our God will increase you. നമ്മുടെ കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും, സമൃദ്ധി തരും. പ്രൈസ് ദി ലോർഡ്. കാലകുത്തിൻ ദേശം കർത്താവ് നമുക്ക് അവകാശമായിട്ട് കർത്താവ് നമുക്ക് തരിക തന്നെ ചെയ്യും. അങ്ങനെയാണ് അബ്രാഹത്തിന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവ് വാഗ്ദത്തം കൊടുത്തത്. നമ്മൾ വാഗ്ദത്തത്തിൽ ക്രിസ്തുയേശുവിൽ അവകാശികളും കൂട്ടവകാശികളുമാണ്. അതുകൊണ്ട് തന്നെ നീതിമാൻ തകരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. कितने भी परेशानियां क्यों ना आ जाए, लेकिन आपके जीवन में कितने भी सताव या कैसे भी बातें क्यों ना बदल कर आ जाए, लेकिन परमेश्वर आपको उन सब बातों में से बाहर निकालेगा। प्रभु आपकी अवस्थाओं को बदलेगा, वो आपकी रीति को बदल देगा। वो कभी भी धर्मी जन को हिलने नहीं देता है। प्रभु के वचन में क्या लिखा है, धर्मी जन को पाँव को वो कभी टलने नहीं देगा। इसीलिए अब्राहम को परमेश्वर ने यही बात बोला है उत्पत्ति की पुस्तक में। നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസം ദിവസവും വർദ്ധിപ്പിക്കുവാനായിട്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. और परमेश्वर का पवित्र आत्मा चाहता है हम अपने विश्वास को प्रतिदिन प्रभु पर बढ़ाएं। Just I want to say the 5 steps to growing our faith. ഒരു 5 സ്റ്റെപ്പുകൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
मैं बस विश्वास के 5 कदमों को बताना चाहता हूँ जिससे आप अपने विश्वास को बढ़ा सकते हैं। उसके बाद मैं प्रार्थना करके समाप्त करना चाहता हूँ। നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ബൈബിൾ സ്റ്റഡി. നമ്മൾ ദിവസവും ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെയിനാകുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവിന്റെ വചനം നമ്മൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വായിച്ച വചനം നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. और हमें दिन प्रतिदिन प्रभु के वचन को पढ़ना है, हमें उसे मनन करना है। दिन रात हम लोग उसको पढ़ते रहना है और अपने हृदय के अंदर उसको बटोर के रखना है। രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡെയിലി പ്രയർ. രാവിലെ ഏൽക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്ര മഹോന്നതൻ, ഈ ദൈവം സർവശക്തനായ ദൈവം, ഈ ആൽഫ ആൻഡ് ഒമേഗ, ഈസ് യഹോവ ജയറ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ വൻ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിനെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഏൽക്കുമ്പോൾ കർത്താവിനെ നമ്മൾ സ്തുതിക്കാനായിട്ട് ഇടവരുത്തണം. और सुबह सुबह उठकर हमें प्रभु की आराधना करना है। हमें बोलना है सर्वशक्तिमान परमेश्वर यहोवा यीरे है, वो सबसे महान परमेश्वर, अल्फा और ओमेगा और आदि और अंत है। हमें ये बोलकर हमेशा परमेश्वर की महान बातों को स्तुति करना है। അങ്ങനെ അബ്രഹാം, നമുക്കറിയാം, അബ്രഹാം ലോത്ത് നമ്മെ വേർപിരിഞ്ഞു വെച്ചു. അബ്രഹാം കർത്താവിനെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താണ് ഇസ്ഹാക്കിനെ ബലിയിടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇസ്ഹാക്കിനെ ബലിയിടിക്കുന്ന പകരമായിട്ട് ഇസ്ഹാക്കിനെ കർത്താവ് ബലിയിടിക്കാനായിട്ട് അനുവദിച്ചില്ല. ആ സമയത്ത് ആ ഓൾട്ടറിൽ നമുക്കറിയാം ഒരു ആടിനെ ബലി കഴിച്ചു. എവിടേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, പഴയ ദൈവത്തിൽ യാക്കോബ് ആയിക്കോട്ടെ, നോഹ ആയിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്, ഇസ്ഹാക്ക് ആയിക്കോട്ടെ, ബൈബിൾ സെയിം ദേ മേഡ് ആൻ ഓൾട്ടർ ആൻഡ് ഗീവ് സാക്രിഫിഷ്യൽ ഓഫറിംഗ് ടു ദ ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ഭവനത്തെയും ആലയത്തെയും പ്രതിനിധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലെ കർത്താവിന്റെ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ prayer room. Praise the Lord. We have to kneel down in our prayer room. We have to pray to the Lord daily. Praise the Lord. Increase our prayer. When you are increasing your prayer, പ്രാർത്ഥനാ ജീവിതം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ 10 മിനിറ്റ് നമ്മൾ 15 മിനിറ്റ് ആക്കുമ്പോൾ, അത് അരമണിക്കൂർ ആക്കുമ്പോൾ കർത്താവും മെല്ലെ നമ്മളെ വിശ്വാസം വർദ്ധിക്കും. ശത്രുക്കൾ ഒന്നൊന്നായിട്ട് അവരുടെ ശക്തികൾ ക്ഷയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനാൽ ഇടവരും. और हमें पता है जब अब्राहम लोत से जब अलग हो गया तब अब्राहम ने परमेश्वर की स्तुति करी, और जब इसहाक को बलि करने के लिए लेकर गए, वो बलिवेदी के ऊपर वहां पे बलि चढ़ा जाता। पुराने नियम में ऐसा होता था। अभी हमारा बलिवेदी क्या है? प्रार्थना हमारा बलिवेदी है। वो प्रार्थना करके हमें उस परमेश्वर पर हमेशा परमेश्वर के लिए बलि चढ़ाते रहना, हमें निरंतर प्रार्थना करते रहना चाहिए, क्योंकि प्रार्थना के द्वारा ही हम उसमें बढ़ सकते हैं। പിന്നെ നമ്മൾ ആത്മാവിൽ സ്തുതിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ്, അന്യഭാഷയുള്ള ആൾക്കാർ അന്യഭാഷ സ്തുതിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ അന്യഭാഷയെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളെ വർദ്ധിക്കുവാനായിട്ട് ഇടവരും. और ऐसे ही जिनको अन्य भाषा का वरदान मिला है, उनको आत्मिक रूप से अन्य भाषा में स्तुति करना है। क्यों? जब हम अन्य भाषा में स्तुति करते हैं, हमारी आत्मिक उन्नति होता है। ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 5 എന്ന് പറയുന്നത്, 1 യോഹന്നാൻ ലേഖനം 1 ജോൺ 5-5 പറഞ്ഞതെന്ന് വെച്ചാൽ, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? യേശു ക്രിസ്തുവിനായിട്ട് ഫെലോഷിപ്പ് ചെയ്യുന്ന ഒരാള്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ജയം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിയമം നമുക്ക് വേണ്ടി മാറ്റി എഴുതും. രാജ്യത്തിന്റെ നിയമം കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാർക്ക് അനുകൂലമായിട്ട് മാറ്റി എഴുതും. പ്രൈസ് ദി ലോർഡ്. എത്ര കടഭാരങ്ങളാണെങ്കിലും, എത്ര തകർച്ചയുടെ അനുഭവമാണെങ്കിലും, നീതിമാൻക്ക് നിങ്ങളെ തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒരു വാതിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒരു സ്ഥലം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങളെ തകർത്തില്ല. നിങ്ങള് പ്രീമച്വർ ഡെത്ത് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അസുഖം മൂലം കിടന്ന് നിങ്ങൾ നരയിച്ച് ചാകത്തില്ല. കാരണം എന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീതി സൂര്യൻ ഉദിക്കും എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. और हम देख सकते हैं पहले यूहन्ना 5:5 में लिखा, संसार पर जय पाने वाला कौन है? केवल वह जिसका ये विश्वास है कि यीशु परमेश्वर का पुत्र है। जो विश्वास करता है उसके लिए परमेश्वर कानून को बदल डालेगा, नियमों को बदल डालेगा, हर एक बातों को परमेश्वर बदल सकता है। विश्वास करने वालों के लिए हर एक बात संभव है। वो संसार पर जय प्राप्त करते हैं और आपको कोई बीमारी तोड़ नहीं सकता है। कोई भी बीमारी आकर आपको थका नहीं सकता है। आप उस पर निश्चय जय प्राप्त करेंगे। അതാണ് പറയുന്നത്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 5 നമ്മൾ വായിച്ചെന്താന്ന് വെച്ചാൽ, യേശു ദൈവപുത്രനെ വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? നമ്മുടെ ജീവിതത്തെ
പ്രതിസന്ധികൾ മറികടക്കാൻ താല്പര്യമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം. എത്ര എതിരാളികളുണ്ടെങ്കിലും, എത്ര വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആലോചന എടുക്കുന്ന ആൾക്കാരാണെങ്കിലും, ഏതൊക്കെ നിങ്ങൾക്കൊരു സൈന്യം നേരെ നിങ്ങളെ തകർക്കാനായിട്ട് കൂട്ടം കൂടുവാണെങ്കിലും, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കർത്താവ് തരും. നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ കർത്താവ് തുറക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കർത്താവ് കരുതും, നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രത്യേകിച്ച് ദൂതഗണത്തെ ഇറക്കുമെന്ന് ഇന്നത്തെ വിശ്വാസത്തിന്റെ ഈ സബ്ജക്റ്റിൽ എല്ലാവരോടും ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വഴി പറയാനായിട്ട് ഞാൻ ഉത്സാഹിക്കുന്നു. पहले यूहन्ना 5 के 5 में कहता है, संसार पर जय पाने वाला कौन है? केवल वह जिसका ये विश्वास है कि यीशु परमेश्वर का पुत्र। कितनी भी परेशानी आपके जीवन में क्यों ना आ जाए, कैसी भी बातें क्यों ना आ जाए, आपके खिलाफ एक सेना भी यदि छावनी डाले, तो भी आपको किसी हानि से नहीं डरना है। आपको जय प्राप्त करने वाला, आपको जय दिलाने वाला परमेश्वर है। जितने भी लोग हमें सुन रहे हैं विश्वास के स्तर में, आप लोगों को प्रोत्साहन करने के लिए हम ये शब्दों को, ये वचनों को बोलना चाहते हैं। യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് കർത്താവ് അത് കാണും. കർത്താവ് വന്നിട്ട് നിങ്ങളെ ടച്ച് ചെയ്യും. ബൈബിളിൽ ഒരു റെഫറൻസ് കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ പറഞ്ഞു വെച്ചാൽ കർത്താവിന്റെ വചനം ശക്തമായിട്ട് ഇങ്ങനെ പടർന്നു. എത്രമാത്രം പ്രോസിക്യൂഷൻ നടന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 35 ഇതിൽ പറഞ്ഞു വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ വചനം ലുദ്യയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. അത്രമാത്രം കർത്താവിന്റെ വചനം പരന്നു. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. എത്രമാത്രം പ്രോസിക്യൂഷൻ നടന്നു. എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ വചനം പരക്കുവാനായിട്ട് ഇടവന്നു. हम देख सकते हैं प्रेरित 9 के 35 में क्या लिखा है, तब लुद्दा और शारोन के सब रहने वाले उसे देखकर प्रभु की ओर फिरे। मतलब जहां कहीं भी सता हुआ, जहां कहीं भी ताड़नाएं आई, उन्हीं जगहों पर प्रभु का वचन वहां पर अद्भुत रीति से फैलने लगा। ബൈബിളിൽ തുടർന്ന് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 36 അപ്പോസ്തല പ്രവൃത്തി 9:36 വാക്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യോപ്പയിൽ തബീത്ത എന്ന പേരുള്ള ഒരു ശിക്ഷയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോയെന്നുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുരുക്കത്തിൽ പറഞ്ഞ ദൈവ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. और वहां पे 9 के 36 में लिखा, याफा में तबीता अर्थात दोरकस नाम की एक विश्वासिनी रहती थी। वो बहुत से भले भले काम और दान दिया करती थी। അത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 37 ഇതിൽ പറയാണ്, ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പത്രോസ് അവിടെ ചെല്ലുവാനായിട്ട് ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർമാനോട്ട് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9 के 37 में लिखा, उन्हीं दिनों में वो बीमार होकर मर गई और उन्होंने उसे नहलाकर अटारी पर रख दिया। फिर आगे हम देख सकते हैं कि पतरस उस जगह पर पहुंच रहे हैं। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം തുടർമാനോട്ട് हालेलुया। ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 39 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത്ത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. അവർ പത്രോസിനെ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസിന്റെ ദൈവത്തെ അവർ വിശ്വസിച്ചു. അതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരെങ്കിലും ഞാൻ കർത്താവിന്റെ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നെയല്ല, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തെ അവർ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം കയ്യിലെടുത്തവര് ഒരു നാളും അവർ ലജ്ജിക്കാൻ ഇടവരുത്തത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നലെ നാളെ കർത്താവിന്റെ വചനം കയ്യിലെടുത്ത് പ്രസംഗിക്കുന്ന ഒരാള് അവർ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് പഴയ പുതിയ നിയമത്തിൽ നമുക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ പല അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ അവിടെ മൊത്തം അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വീര്യപ്രവർത്തികൾ കൊണ്ടും അവിടെ മൊത്തം വലിയൊരു നമുക്കൊരു ഉണർവ് ചെയ്യാനായിട്ട് ഇടവന്നു. और 9 के 39 में क्या लिखा था, पतरस उठकर उनके साथ हो लिया और जब वो पहुंचा तो वे उसे अटारी पर ले गए। सब विधवाएं रोते हुए उसके पास आ खड़ी हुई, जो कुर्ते और कपड़े दोरकस के साथ रहते हुए बनाए थे दिखाने लगी। वहां पर हम देख सकते हो पतरस पर क्यों विश्वास किए, क्योंकि वो पतरस के परमेश्वर पर, यीशु पर विश्वास था उनको। अगर मुझ पे कोई वचन प्रचार करते विश्वास करना है तो मतलब वो यीशु पर विश्वास करते जिसका मैं प्रचार करता हूँ। और उसी वजह से चेले जहां कहीं भी जाते थे उनके द्वारा परमेश्वर अद्भुत चिन्ह और चमत्कार के काम करते थे। ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 40 പറഞ്ഞേ, പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതാണെന്ന് പത്രോസ് വിശ്വാസം പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫെയ്ത്ത് ഇൻ ആക്ഷൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസ് അവരെ പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീത്തേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് വെച്ചാല് നമുക്കറിയാം
തുടർന്ന് പറയുന്നത് വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വചനം നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ആ അവസരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. ആ വിശ്വാസത്തിന്റെ ശക്തിയാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കുക, സംഭവിക്കുക തന്നെ ചെയ്യും. वहां 40 में क्या लिखा है? तब पतरस ने सबको बाहर कर दिया और घुटने टेक कर प्रार्थना की और शव की ओर देखकर कहा, हे तबीता उठ। वहां पे क्या लिखा है कि वहां पे पतरस ने प्रार्थना किया। प्रार्थना और वचन जब हम मनन करते हैं तब हमारा विश्वास का स्तर बढ़ता रहता है। बिना प्रार्थना के हमारे जो विश्वास है वो बढ़ नहीं सकता है। इसलिए हमारे विश्वास को बढ़ाने के लिए हमें निरंतर प्रार्थना करना है और हमें वचन को मनन करते हुए आगे बढ़ना है। ഇന്ന് വചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും. എത്ര പ്രതിസന്ധി ഘട്ടമാണെങ്കിലും നിങ്ങൾ പറയണം, വാഗുകൊണ്ട് പറയണം, അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉയർച്ച തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അടഞ്ഞ വഴികൾ കർത്താവ് തുറക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അടഞ്ഞ വഴികൾ കർത്താവ് തുറക്കും, അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറക്കും. കാരണം വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഏത് സമയം സദാ സന്നദ്ധമായി നിൽക്കുന്നു. आप प्रार्थना करने वाले व्यक्ति, आप आराधना करने वाले व्यक्ति, आप वचन पढ़ने वाले व्यक्ति हैं। आपके सामने कितनी भी बंद रास्ते क्यों ना हो, लेकिन वो रास्तों को परमेश्वर खोलेंगे। और जितनी भी बातें आपके सामने दरवाजे बंद पड़े हो, उन दरवाजों को परमेश्वर खोलेंगे। और यदि आप वचन में बढ़ेंगे, आप प्रार्थना में बढ़ेंगे, इन सब बातों में आप बढ़ते जाएंगे, तो मैं दोबारा से उन बातों को बोलता हूँ कि परमेश्वर आपके लिए बंद रास्तों को खोलने वाला परमेश्वर है। പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശരീരം എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്ന് വിശ്വാസത്തെ കുറിച്ച്, നമ്മൾ വിശ്വാസത്തിന്റെ സെഷനെ കുറിച്ച് നമ്മൾ എടുത്തത് 5-ാം സെഷൻ, 2 സെഷനോടെ ബാക്കിയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട ആൾക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, തമാശ പറയില്ല, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും അസാധ്യമായ ഒരു കാര്യം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസം എക്സസൈസ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. और मैं आप लोगों से कहना चाहता हूँ, मैं प्रार्थना करना चाहता हूँ। उससे पहले मैं आपको बोलता हूँ, ये संदेश को आप निरंतर सुनते रहे। इसको निरंतर सुनने वालों के जीवन में एक अद्भुत काम परमेश्वर ने किया है। और मैं आप लोगों को बोलता हूँ, मैं यूं ही मजाक के लिए नहीं बोल रहा हूँ, अद्भुत काम परमेश्वर आपके जीवन में भी करने जा रहे हैं। ഞാൻ ഒരു പ്രാർത്ഥിക്കേണ്ടതായിരിക്കും. നമുക്ക് ഒരു മിനിറ്റ് കൈയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പിതാവ്, നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം സംസാരിച്ചപ്പോൾ കർത്താവെ, അനേക ആൾക്കാർ വിശ്വാസത്തിൽ വളരാനുള്ള കൃപ കൊടുത്തതിനോട് കർത്താവെ നന്ദി പറയുന്നു. तो मैं अपने आंखें बंद करके सभी लोग प्रार्थना करें। हम लोग प्रार्थना करते हैं पिता परमेश्वर के आपको वचन सुनने के लिए जितने लोग को प्रभु आप लेकर आए हैं, सबके विश्वास के स्तरों में प्रभु आप उनको बढ़ाइए। കർത്താവെ, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ സയൻസ് റിജക്റ്റ് ആയ ആൾക്കാർക്ക് വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്നാനം അത് ശരിയാണെന്ന് ഡൗട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ഓൺലൈൻ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സ്നാനത്തെ കുറിച്ച് കർത്താവെ ആ ബോധ്യം കൊടുക്കുന്നവർ നന്ദി പറയുന്നു, വെളിപാട് കൊടുക്കുന്നവർ നന്ദി പറയുന്നു. അങ്ങനെ അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരാനുള്ള കൃപ കൊടുക്കുന്നവർ നന്ദി പറയുന്നു കർത്താവ്. प्रभु हम जितने भी बीमार लोग हैं उनके लिए प्रार्थना करते हैं, जिनको मेडिकल साइंस ने तिरस्कार कर लिया उन लोगों के लिए हम प्रार्थना करते हैं। और जितने लोग बपतिस्मा को नहीं मानते हैं प्रभु, हम प्रार्थना करते हैं परमेश्वर का पवित्र आत्मा उनको ये प्रकाशन दे कि वे बपतिस्मा लेने के लिए उनका मन तैयार होने पाए। കർത്താവ്, പ്രത്യേകിച്ച് മിനിസ്ട്രിയിലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവെയും പ്രാർത്ഥിക്കുന്നു. ഗോസ്ബൽ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കർത്താവെയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിൽ പ്രോസിക്യൂഷൻ നടക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ഫെയ്ത്ത് ഇൻക്രീസ് ആയി കൊടുക്കുന്നവർക്ക് കർത്താവെ നന്ദി പറയുന്നു. അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കർത്താവിന്റെ ആശ്രയം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. വലിയൊരു അത്ഭുതങ്ങൾ കർത്താവെ, വലിയ പ്രൊട്ടക്ഷൻ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിന്റെ വചനം വ്യാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തുന്നവർക്ക് നന്ദി പറയുന്നു. खास तौर पर सेवकाई करने वालों के लिए प्रार्थना करते हैं प्रभु जी, जो सताव का सामना करते हैं वो सताव में प्रभु जी उनका विश्वास के स्तर को आप बढ़ाते रहना प्रभु, उनको सुरक्षा को और प्रदान करना, जहां पर भी आप उनको अपना सुरक्षा में सुरक्षित रखने के लिए प्रार्थना करते हैं। So I'm getting a vision from the Lord right now. Praise the Lord. The vision is this is a vision. Praise the Lord. Hallelujah. Somebody is getting the favor from the home department. That especially I'm seeing the home department. Home department, that means the police department. You are getting the favor from the police. Some kind of things are coming against your life, but you are getting the favor. The reason you are praying to the Lord, because of this reason, the police department is giving favor to you. Praise the Lord. The ministry level department is giving favor to that particular person.
और मैं अभी इस प्रकार एक दर्शन को देख रहा हूँ कि ऐसे किसी एक व्यक्ति के बारे में देख रहा हूँ कि अभी अभी उन व्यक्ति के ऊपर वो प्रार्थना करने वाले व्यक्ति है, इस वजह से एक खास एक फेवर, प्रभु का एक प्रसन्नता आपके जीवन में आ रहा है। वो भी होम डिपार्टमेंट यानी पुलिस डिपार्टमेंट की ओर से एक खास प्रसन्नता आपके जीवन में आ रहा है, इसी वजह से कि आप प्रार्थना करने वाले व्यक्ति हैं। നമുക്ക് കർത്താവിന് നന്ദി പറയാം. Praise the Lord. We can give the thanks to the Lord that the ministry level you are getting the special favor because of this reason. Your enemy, നമ്മൾ നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ആ അന്ധകാര ശക്തിയുടെ ആ പ്രവർത്തനം വലിയ പ്രശ്നം അതൊന്നുമില്ലാതായിട്ട് മാറിപ്പോകുന്നതായിട്ട് ഞാൻ കാണും. और मैं ऐसा देख रहा हूँ कि सेवकाई में आपको एक बहुत बड़ी प्रसन्नता मिल रही है, जिसके वजह से अंधकार की ताकत का जो बड़ा सामर्थ आ रहा था आपके खिलाफ, वो अभी बिल्कुल शून्य बनकर हटते जा रहा है। കർത്താവിനെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തിയും കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ in the name of the Father and the Son and the Holy Spirit, I bless them, Father. Heavenly Father, I pray for the UK, the Europe, in Africa, North and South American Asian countries. I pray for the revival for all over the nations. Especially I pray for our mother country in India. I pray for a revival of North India, South India, and all the provinces, Father. Especially our revival for the Kerala. Praise the Lord. I pray for all the government authorities to get the favor to the children of God. Praise the Lord. Heavenly Father, I pray for all the prosecutors right now, Father. Thank you for your touching them. The Heavenly Father, thank you. I sprinkle your blood of Jesus Christ to them right now, Father. Thank you for your giving your protection to all the children of God, those who are doing the gospel work in the North India, South India, in each and every provinces are India. Praise the Lord. Heavenly Father, I pray for our national election of India. And thank you for your favor, God. Everything you are doing the very well, Father. Thank you for your doing everything in favor of your children of God right now, Father. Heavenly Father, we bless everybody. Every യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എല്ലാം കർത്താവേ നിങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് സിസ്റ്റർ അമിതി ഓർത്ത് കർത്താവെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. I pray for her family right now. All the family members are blessed right now, Father. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓൺലൈൻ വാച്ച് ചെയ്ത് ഓരോ വ്യക്തിക്കും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. In the name of Jesus, Tommy Joseph, Betsy Matthew, Thomas Player, praise the Lord, hallelujah. Lydia Rai, Jason Paul, Josephine, praise the Lord, hallelujah. And Sosama, and Clever Bexin, and Daniel Thomas, and Shino Matthew, praise the Lord, hallelujah. So lots of people are watching online. Heavenly Father, I pray for each and every people right now. Heavenly Father, I pray for me and all the work, whatever I am doing right now. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെയ്യുന്ന ഓരോ മിനിസ്ട്രി ഞങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് എങ്ങ് അനുഗ്രഹിക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. Once again more, I pray for each and every people in the name of the Father and of the Son and the Holy Spirit. In Jesus' name I pray. Amen. You want to say? Amen. 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 Praise the Lord. ഇന്നത്തെ മെസ്സേജിനോട് കർത്താവ് ഞാൻ സ്വാഗതം. വണ്ടർഫുൾ മെസ്സേജ് ആയിരുന്നു ഇത്. ഈ മെസ്സേജ് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് അസാധാരണ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ് അത്ഭുതങ്ങൾ നടക്കും. ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അസാധ്യങ്ങളായ കാര്യങ്ങൾ നടക്കും. Something our God will do the greatest things in your life. Praise the Lord. So may God bless you. 2 more sessions are still left. Praise the Lord. That under 2 weeks time we will take one by one. Praise the Lord. And entire faith will be. And after that we will talk in new subject. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. It was a very good translation. Sister Amita, God bless you. Thank you.